Paris Planet. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിങ്ങോ വ്ളോഗോ ഒന്നുമല്ല, ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. DJI Osmo മൊബൈലിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനൊരു സാധനം വേണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വാങ്ങുമെന്ന് വിചാരിച്ചില്ല. ഇത് ഹസ്ബൻഡ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് ഒരുവിധം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അറിയാം അതിൽ ഒരുപാട് ഷേക്കിങ് കാര്യങ്ങളൊക്കെ വന്നിട്ട് വീഡിയോ അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്നാലും ആൾക്കാർ നല്ല അഭിപ്രായം പറയാറുണ്ടായിരുന്നു. ഹസ്ബൻഡ് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ സ്പെഷ്യൽ പ്രൈസായിട്ട് 6499 rupees ആയിരുന്നു. ഇത് കൂടാണ്ട് തന്നെ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. അതായത് 10% SBIയുടെ ക്രെഡിറ്റ് കാർഡിന് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൈസിൽ 5399 rupeesനാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിലിപ്പോൾ ചില ചേട്ടന്മാരൊക്കെ വന്ന് കമൻസ് ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഇതിൻ്റെ മൊബൈൽ 2 ഇറങ്ങി, 3 ഇറങ്ങി, പോക്കറ്റ് വരെ ഇറങ്ങിയിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വേർഷനായ ഓസ്മോ മൊബൈൽ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയൊരു സാധനമാണ് ഞങ്ങൾ നോക്കിയത്. അത് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ തുടക്കക്കാരല്ലേ, അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഈ നമ്മളുടെ ബഡ്ജറ്റിനുമൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ വാങ്ങി എന്നുള്ളതേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 8999 rupees ആണ്. മന്ത് ആൻഡ് ഇയർ കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് 2019 ആണ്. പിന്നെ കൺട്രി ഓഫ് ഒറിജിൻ ചൈനയാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഇതിലുള്ളത് യൂസർ മാനുവലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് DJI Osmo മൊബൈൽ ഗിംബൽ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ 3 ഒക്കെ ആണെങ്കിൽ വെയിറ്റും കുറവാണ്. നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നല്ല ഈസി ആയിട്ടുള്ളതാണ്. പിന്നീട് ഇതിലുള്ളത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ ബാറ്ററി വന്നിട്ട് 980 mAh ആണ്. മാക്സിമം റൺ ടൈം എന്ന് പറയുന്നത് 4.5 hours ആണ് കമ്പനി പറയുന്നത്. പിന്നീട് ഇതിലുള്ളതൊരു ചാർജർ കേബിളാണ്. ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഈ ജിംബലിൽ കണക്ട് ചെയ്യുന്ന അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ജാക്ക് പോലെയാണ് ഇരിക്കുന്നത്. മറ്റേ വശത്ത് USB ടൈപ്പാണ്. ആ സൈഡാണ് നമ്മൾ ചാർജറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സ്ട്രാപ്പാണ് അത് വന്നിട്ട് നമ്മളിങ്ങനെ കയ്യിൽ നമുക്കിങ്ങനെ അത് കണക്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്, കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കാനായിട്ടൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നീട് ഇതിലുള്ളത് ഒരു ക്യാരിയിങ് പൗച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഗിംബലും കേബിളും എല്ലാം അതിൽ തന്നെ ഇരിക്കും. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ബാറ്ററി ഇടുന്നത്. അതിനായിട്ട് ആ ഒരു പോർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ബാറ്ററി ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. ഈ ഒരു രീതിയിലാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് യൂസ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചാർജ് ചെയ്തതിന് ശേഷം വേണം പിന്നീട് യൂസ് ചെയ്യാനായിട്ട്. ഇത് ജോയ്സ്റ്റിക്കാണ്. ഇതിൽ നമുക്ക് മാനുവലി മൂവ്മെൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റൈറ്റ് ലെഫ്റ്റ് അപ്പ് ഡൗൺ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ, പിന്നെ അതുപോലെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ. പിന്നീട് ഇത് ഷട്ടർ ബട്ടണാണ്. അതായത് ഫോട്ടോസ് മൊബൈലിൽ ടച്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യാൻ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. ഇത് സിസ്റ്റം സ്റ്റാറ്റസ് LED ആണ്. പിന്നീട് ഇത് പവർ ബട്ടണാണ്. ഇവിടെയായിട്ടുള്ളതൊരു മൗണ്ടാണ്. ഇതിൽ നമുക്കിതിൻ്റെ സ്റ്റാൻഡ് ട്രൈപോഡൊക്കെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് ചാർജിങ് പോർട്ടാണ്. ഇത് ട്രിഗറാണ്. ഈ ഒരു മൊബൈൽ ഫോൾഡറിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫോണിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 58.6 to 84.6 mm വിട്ടുള്ള ഫോൺസ് വരെ നമുക്കിതിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും.
ഇത് ബാലൻസ് അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ തന്നെ ഒരു നോബും ഉണ്ട്. ഇത് ഹോൾഡർ ലോക്ക് നോബാണ്. ഫോൺ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് അത് ലോക്കായിട്ടിരുന്ന ഈ ഒരു ബട്ടണിൽ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് മൊബൈൽ ഫോൺ ഹോൾഡറാണ്. ഫോൺ നമ്മുടെ നന്നായിട്ട് സെക്യൂർ ആയിട്ടിരുന്നോടും ഒരുപാട് ടൈറ്റൊന്നും ആയിട്ടിരിക്കില്ല, എന്നാൽ താഴെ പോവുകയില്ല. അതുപോലെ നന്നായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് മൊബൈൽ ഫോൺ ഡിറ്റക്ഷൻ സെൻസറാണ്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഗിംബലും ഫോണും കൂടി കണക്റ്റഡ് ആവുന്നത് ഈ ഒരു സെൻസർ വെച്ചിട്ടാണ്. ഇത് വന്നിട്ട് റോൾ മോട്ടറാണ്. ഇത് ടിൽറ്റ് മോട്ടറാണ്. ഇനിയിപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഫോൺ വെക്കുന്നതെന്നും അത് ബാലൻസ് ചെയ്യുന്നതെന്നും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഫോൺ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുവാണ്. ഫോൺ ഹോൾഡറിലേക്ക് ഫോൺ ഇൻസേർട്ട് ചെയ്യുവാണ്. അതിനുശേഷം അതിൻ്റെ ബാക്കിലുള്ള അഡ്ജസ്റ്റബിൾ ആമിൻ്റെ അവിടെയായിട്ട് ഒരു അഡ്ജസ്റ്റബിൾ നോബുണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഹോൾഡർ ലോക്ക് നോബ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമ്മളുടെ ഫോൺ നമുക്ക് ബാലൻസ്ഡ് ആക്കാവുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് വിട്ട് കൂടുതലുള്ള ഫോണാണെങ്കിൽ അതനുസരിച്ച് വിട്ട് ഹൈറ്റൊക്കെ കൂടുതൽ, ഓരോ ഫോണും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളുടെ ഫോൺ ഗിംബൽ ഓഫ് ആയിരിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ്. ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോൺ ബാലൻസ്ഡ് ആണെങ്കിൽ അത് കറക്റ്റായിട്ടിരിക്കും. അഥവാ ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആം ഒന്നും കൂടി നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ പോവും, കറക്റ്റായിട്ട് നിൽക്കില്ല. ഇപ്പോൾ ഇത് ബാലൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം. അപ്പോൾ അറിയാൻ പറ്റും നമ്മളുടെ ഫോൺ ബാലൻസ്ഡ് ആയോ എന്നുള്ളത്. DJI Go എന്ന ആപ്പ് യൂസ് ചെയ്ത് ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് ഈ ഗിംബലും ഫോണുമായിട്ടുള്ള കണക്ഷൻ നടക്കുന്നതും. അത് മുഖാന്തരമാണ് നമ്മളുടെ ഈ ആക്ടിവിറ്റീസ് എല്ലാം, അതായത് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പം നമ്മൾ ആപ്പ് ഓപ്പൺ ആയി കഴിയുന്നുണ്ടേ നമ്മളുടെ ഫോണിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയും. അതായത് ടോപ്പിലേക്ക് മൂവ് ചെയ്യ്, റൈറ്റിലേക്ക് മൂവ് ചെയ്യ്, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക, അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. അത് നമ്മൾ കറക്റ്റായിട്ട് മൂവ് ചെയ്യുക. അന്നേരമാണ് നമ്മളുടെ ഫോൺ കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആവുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ചെയ്തു നമ്മുടെ ഫോൺ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതിലുള്ള ബട്ടൺസൊക്കെ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ ഇത് ജോയ്സ്റ്റിക്ക് ആണെന്നുള്ളത്. കണ്ടില്ലേ, ഇത് യൂസ് ചെയ്ത് നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ടോപ്പിലേക്കും ബോട്ടത്തിലേക്കും എല്ലാം മൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുക. അതുപോലെ സ്പീഡിന് പെട്ടെന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആ ജോയ്സ്റ്റിക്കിൽ പ്രസ് ചെയ്താൽ മതി. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ട്രിഗർ ഉണ്ട്. അതിൽ നമ്മൾ 2 തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ വ്യൂ മാറിയിട്ട് സെൽഫി മോഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ടൈംസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രിഗറിൽ 2 ടൈംസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ സെൽഫി മോഡിലേക്ക് മാറും. അതേപോലെ തന്നെ വീണ്ടും തിരിച്ച് പഴയ മോഡിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ 2 ടൈംസ് പ്രസ് ചെയ്താൽ മതി. പിന്നെ സൂം ചെയ്യാനായിട്ട് നമുക്ക് ബാക്കിലത്തെ ആ ഒരു ട്രിഗറിലും ഈ ഒരു ജോയ്സ്റ്റിക്കിലെ ബട്ടണും കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സൂം ഇൻ സൂം ഔട്ട് ആവാനായിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലെ കുറച്ച് സെറ്റിങ്സ് നമുക്ക് നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള സെക്കൻഡ് ഓപ്ഷനകത്ത് ഓട്ടോ, ടൈം ലാപ്സ്, ഹൈപ്പർ ലാപ്സ്, ടൈം ലാപ്സ് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് വീഡിയോ റെസൊല്യൂഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 4K ഏതാണ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്യൂട്ടി മോഡ്, വൈറ്റ് ബാലൻസ്, ഫ്ലാഷ്, ഗ്രിഡ്. ഇപ്പോൾ ഗ്രിഡ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഈ ഒരു ആപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ്. ലൈവ് സ്ട്രീം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ സെറ്റിങ്സിനകത്ത് നമുക്ക് ജനറലിനകത്ത് സൂമിൻ്റെ സെൻസിറ്റിവിറ്റി ഒക്കെ ഇവിടെ സ്മൂത്ത് ആക്കണോ ഫാസ്റ്റ് ആക്കണോ എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ട്രാക്കിംഗ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ട്രാക്കിംഗ് നോക്കാം.
അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് നമ്മളുടെ ഗിംബൽ നമ്മൾ മൂവ് ചെയ്യാണ്ട് തന്നെ അത് തനിയെ ആ ഒബ്ജക്റ്റിനനുസരിച്ച് അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ മറ്റ് ഗിംബലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വളരെ മോശമായിട്ടുള്ള ഒരു ട്രാക്കിംഗ് ആണ് റിവ്യൂ അറിയാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും പോർട്രേറ്റ് മോഡിൽ നമുക്കിതിൽ എടുക്കാനായിട്ട് പറ്റില്ല. ലാൻഡ്സ്കേപ്പ് മാത്രമേ പറ്റുള്ളൂ. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒന്ന് സാധാ ഫോണിൽ ഗിംബൽ യൂസ് ചെയ്യാണ്ടും ഒന്ന് ഗിംബൽ യൂസ് ചെയ്തും എടുത്തിട്ടുള്ള വീഡിയോസാണ്. ഇനി ഇതിലെടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം. ഒരു പ്രൊഫഷണൽ ക്യാമറയിലേതുപോലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഗിംബൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റും. 3 ആക്സിസിൽ മൊബൈൽ ഫോണിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഷെയ്ക്കൊന്നും ഇല്ലാതെ തന്നെ സ്മൂത്തായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. അതാണ് ഇതിനകത്തെ വലിയൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സാധനത്തിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മളല്ലാതെ എത്ര നോക്കിയെന്ന് പറഞ്ഞാലും എങ്ങനെ ആയാലും നമ്മളിപ്പോൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ നമ്മുടെ ഫോൺ എത്ര നമ്മൾ അനങ്ങരുതെന്ന് വിചാരിച്ചാലും അത് നന്നായിട്ട് ഷെയ്ക്കാവും. അപ്പോൾ വീഡിയോസിനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ എത്ര മൂവ് ചെയ്തെന്ന് പറഞ്ഞാലും ഒട്ടും തന്നെ മൂവ്മെൻറ്റ്സ് അതിൽ അറിയാൻ പറ്റില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.